ഇന്ന് ഞങ്ങൾ മനോഹരമായ ഒരു സ്ഥലത്തിരിക്കുകയാണ്. പ്രത്യേകിച്ച് ചാലക്കുടി തന്നെയാണ്. സാധാരണ ചോദിക്കാറുണ്ട് ഈ അച്ഛന്മാരുടെ അടുത്ത് പിള്ളേരെന്തെന്നൊക്കെ ചോദിക്കുമ്പോൾ പറയും, ഓ അതോ പിഴയാണ്, പിള്ളേർ പിഴയാന്നൊക്കെ പറയും. പക്ഷേ മനുഷ്യനെ കുറിച്ച് ഇവിടെ ഒന്ന് ചോദിച്ചാൽ പറയും പിഴയല്ല, ആ പുഴയിൽ ചാലക്കുടി പുഴയിലുണ്ടല്ലോ. നമ്മളെപ്പോഴും പുഴയിൽ തന്നെയാണ്. അപ്പോൾ ഈ പുഴയെക്കുറിച്ച് പാട്ടിലായാലും കൊള്ളാം, കഥയിലായാലും കൊള്ളാം, എവിടെയാണെങ്കിലും മണിച്ചേട്ടൻ ചാലക്കുടിയെക്കുറിച്ചും പറയാറുണ്ട്, ചാലക്കുടി പുഴയെക്കുറിച്ചും പറയാറുണ്ട്. അത്രമാത്രം ഇഷ്ടപ്പെടാൻ എന്താണ് മണിച്ചേട്ടൻ? എന്തെങ്കിലും രസകരമായിട്ടുള്ള സംഭവങ്ങൾ പുഴയിൽ ഉണ്ടായിട്ടുണ്ടോ? അല്ലെങ്കിൽ അതിൽ രസകരമാണെന്ന് വെച്ചാൽ ഞാൻ പറഞ്ഞത് ഇത് തന്നെയാണ് നമ്മുടെ ഒരു എൻ്റെ സൗന്ദര്യം എന്ന് പറയുന്നതാണ് ഈ കാണുന്ന സൗന്ദര്യം. ഈ പ്രകൃതിയും പിന്നെ അതേമാതിരി പുഴയും ഈ കുയിലിൻ്റെ കരച്ചിലും കിളികളുടെ കരച്ചിലും ഇതൊക്കെ കേട്ടിട്ടാണ് നമ്മളിവിടുന്ന് വളർന്നു വന്നത്. പിന്നെ അതുപോലെ തന്നെ നമുക്ക് ഞാൻ എപ്പോഴും എല്ലാ ഇൻ്റർവ്യൂവിലൊക്കെ പറയാറുള്ളതാണ്, നമ്മുടെ നാട്ടുകാരും എല്ലാവരും നമുക്ക് ഭയങ്കര സപ്പോർട്ടായിരുന്നു. അത് തന്നെയാണ്. പിന്നെ ഈ ആ കുഞ്ഞു ചെറുപ്പത്തിലുള്ള പുഴയിൽ മീൻ പിടിക്കാൻ പോലും അതൊന്നും നമുക്ക് മറക്കാൻ പറ്റില്ല എന്നുള്ളതാണ്. അത് ഭയങ്കര രസകരമായ അനുഭവങ്ങളൊക്കെയാണെന്നുള്ളതാണ്. അത് ഞാൻ ഒരുപാട് ആളുകളായിട്ട് ഞാൻ പങ്കുവെച്ചിട്ടുള്ളതാണ്, നിങ്ങളൊക്കെ കേട്ടിട്ടുണ്ടാണ്. പക്ഷെ എന്നാലും ഇപ്പം പ്രചോദ് വരുമ്പോൾ തന്നെ കണ്ടില്ലേ നമ്മുടെ അവിടുത്തെ ഒരു അന്തരീക്ഷം കാര്യങ്ങളും. അതുകൊണ്ട് നമുക്ക് ഇതിനെപ്പറ്റി പറയുമ്പോൾ ഒരുപാട് 1000 നാക്കുള്ള അനന്തൻ എന്നൊക്കെ പറഞ്ഞ മാതിരിയാണ്. ചാലക്കുടിയെ പറ്റി പറയുമ്പോൾ 1000 നാക്കോട് കൂടി തന്നെ ഞാൻ പറയുള്ളൂ. ഞാൻ എൻ്റെ ഒരു ഹൃദയമാണെന്ന് ഞാൻ പലപ്പോഴും പറഞ്ഞിട്ടുണ്ട്. എൻ്റെ ഒരു ഭാഗം ചാലക്കുടി എൻ്റെ ഒരു ഹൃദയമാണെന്ന് പറഞ്ഞേക്കാം. അല്ല, അത് ഞങ്ങൾക്ക് തോന്നി. കാര്യം ഞങ്ങൾ അവിടെ വന്നപ്പോഴത്തേക്ക് ഭക്ഷണം കഴിക്കാൻ ഇരുന്ന അവിടെ, അപ്പം അവിടെ ഇരിക്കുന്ന ഒരാൾ വന്നു, മണി ഇന്നലെ വന്നല്ലോ, അപ്പോൾ കറക്റ്റായിട്ട് എപ്പോൾ വന്നു എന്താന്നൊക്കെ ഉള്ളത് അത് ഞാൻ എവിടെ പോയി എവിടെ വന്നു എന്നുള്ളത് കൃത്യം അറിയാൻ പറ്റും. എൻ്റെ വീടിൻ്റെ മുമ്പത്തൊരു 2, 3, 4 കുറച്ച് ആൾക്കാർ വന്നാൽ തന്നെ ഇവിടെ പരിസരത്തുള്ള ആൾക്കാർ മണി ഇവിടെ ഉണ്ടാവില്ല, നിങ്ങൾ ഇവിടുന്ന് ഇടത്തോട്ട് തിരിഞ്ഞിട്ട് അങ്ങോട്ട് കട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ ആ പറമ്പിലിരിക്കണ്ടാവും. ഞാൻ എവിടെ ഇരിക്കണല്ലോ എന്നുള്ളത് അത്രയും അടുത്തറിയാവുന്ന ആളുകളാണ്, അത്രയും ബന്ധമുള്ള ആളുകളാണ് എൻ്റെ വീടിൻ്റെ പരിസരത്തുള്ളവർ. അതെ മണിച്ചേട്ടൻ, സാധാരണ നമുക്ക് കാണാൻ ഇഷ്ടമുള്ളതാണ് ഷിപ്പ് എന്ന് പറയുന്നത്. അതെ, പക്ഷേ മണിച്ചേട്ടൻ്റെ ഏറ്റവും കൂടാൻ ഇഷ്ടമുള്ളതാണ് ഫ്രണ്ട്ഷിപ്പ് എന്ന് പറയുന്നത്. കാര്യം ഇവിടെ ഒരുപാട് ഫ്രണ്ട്ഷിപ്പ് ഉള്ള ഒരു വ്യക്തിയാണ് ചേട്ടൻ. ഇവിടെ തന്നെ അല്ല, സിനിമാ ഫീൽഡിലാണെങ്കിൽ പോലും അതിൽ ഈ ഫ്രണ്ട്ഷിപ്പ് എന്ന് പറയുന്നതിൽ മറക്കാനാവാത്ത ഒരുപാട് കൂട്ടുകാരുണ്ടല്ലേ? തീർച്ചയായിട്ടും. ഫ്രണ്ട്ഷിപ്പ് എന്ന് പറയുന്നത് ഒരുപാട് തരത്തിൽ ഫ്രണ്ട്ഷിപ്പ് കൂട്ടാണ്. അപ്പോൾ ചുമ്മാ കമ്പനി കൂടി നടക്കാനുള്ള ഫ്രണ്ട്ഷിപ്പ് ഉണ്ടായിരിക്കാം, അല്ലെങ്കിൽ ഒരാളെ അത്യാവത്ത് ഘട്ടങ്ങളിൽ സഹായിക്കുന്ന ഒരു ഫ്രണ്ട്സ് ഉണ്ടായിരിക്കാം, അല്ലെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ എല്ലാ കാര്യങ്ങളും അറിയാവുന്ന ഒരു ഫ്രണ്ട് ഉണ്ടായിരിക്കാം, അല്ലെങ്കിൽ തന്നെ എന്താ പറയുക, ഒരു എന്നെ സംബന്ധിച്ചിടത്തോളം ഫ്രണ്ട്ഷിപ്പ് എന്ന് പറയാൻ കാരണം ഞാൻ ആ തുടക്കം മുതലുള്ള കുഞ്ഞുനാൾ മുതലുള്ള ആളുകളാണ് എൻ്റെ കൂടെയുള്ള ആളുകൾ. എൻ്റെ കൂടെ വർക്ക് ചെയ്യുന്നപ്പോൾ ദിലീപ് ആയാലും പ്രദീപ് ആയാലും ജോബി ആയാലും ഒരുപാട് ആളുകളും എൻ്റെ വീടിൻ്റെ പരിസരത്തുള്ള ആളുകളാണ്. നമ്മളെക്കുറിച്ച് അറിയുന്നവനായിരിക്കണം നമ്മുടെ കൂടെ നിൽക്കുന്നവൻ, അല്ലേ? നമ്മുടെ എപ്പോഴും നിങ്ങളെല്ലാവരും, എൻ്റെ മാന്യ എല്ലാ പ്രേക്ഷകരും എല്ലാ സുഹൃത്തുക്കളും മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ്, നമ്മളെ ശത്രുവായിട്ട് കാണുന്നവനെ ഏറ്റവും കൂടുതൽ മിത്രമായിട്ട് സ്നേഹിക്കുക. എന്നെപ്പറ്റി അസൂയ കൊണ്ട് പല രീതിയിലും പറഞ്ഞു നടക്കുന്ന ആൾക്കാരുണ്ടായിരിക്കാം. ഇപ്പം ഞാനിപ്പോൾ അതായത് നമ്മുടെ 1000 കുടത്തിൻ്റെ വായ കെട്ടാം, ഒരു മനുഷ്യൻ്റെ വായ കെട്ടാൻ പറ്റില്ല. കാരണം അതിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നതാണ്. നമ്മൾ വന്ന സാഹചര്യങ്ങൾ വെച്ച് നോക്കുമ്പോൾ നമ്മളെ സഹായിച്ച ആൾക്കാർ ഒത്തിരി ആൾക്കാരുണ്ട്. നമ്മളോട് അന്നും ഇന്നും ഒരേപോലെ നിൽക്കുന്ന ആൾക്കാരുണ്ട്. ചിലർ ഞാനിപ്പോൾ സിനിമയിൽ വന്നിട്ടെങ്ങാനും എന്താ പറയുക, അയ്യോ ഇപ്പോൾ വലിയ ആളായി എന്ന് പറയുന്ന ആളുകളുണ്ട്. പക്ഷെ ചില ആൾക്കാർ പറയും, അയ്യോ എന്നാലും പാവം ആ രാമൻ്റെ മോൻ കഷ്ടപ്പെട്ടിട്ടാണ് കേട്ടോ സിനിമയിലൊക്കെ വന്നു, നല്ല രീതിയിലായി, സന്തോഷമുണ്ട്. ചിലർ കാണുമ്പോൾ പറയും, വളരെ നന്നായിട്ട് കേട്ടോ മോനെ, നന്നായി വരട്ടെ, ഞങ്ങളുടെ അഭിമാനമാണ്. നമ്മളിപ്പോൾ ഒരു സിനിമ ഷൂട്ടിങ്ങിൽ ചെല്ലുകയാണെങ്കിൽ തന്നെ ഒരുവിധപ്പെട്ട ആൾക്കാരൊക്കെ നമ്മുടെ മുഖത്തേക്ക് ചിലർ നോക്കി ചിരിക്കില്ല. ഞാനിപ്പോൾ ഈ അടുത്ത് വൈക്കത്ത് ഷൂട്ടിങ്ങിന് പോയപ്പോൾ ഞാൻ ചമ്മി പോകാൻ പറയാൻ കാരണം ഞാൻ കലാപം പണി. അപ്പോൾ 2 ആൾക്കാർ വന്നിട്ട് ഈ ഷൂട്ടിങ് കാണാനായിട്ട് വന്ന് നിന്നിട്ട് അപ്പം ഞാൻ പണി, അപ്പം ഇത് അവിടെ പ്രേക്ഷകൻ. അപ്പം ഞാൻ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇങ്ങനെ സംസാരിച്ചു തന്നപ്പോൾ ഇവരെ കണ്ടപ്പോൾ ഞാൻ ചിരിച്ചപ്പോൾ അവരില്ലേ എന്താ എന്നോട് ആരും പറഞ്ഞ് ചിരിക്കാൻ, അങ്ങനെ ഒരു റിയാക്ഷൻ. ഞാൻ നാറിപ്പോയിട്ടാണ്. എന്നിട്ട് ഞാൻ പറയുകയും ചെയ്തു, എൻ്റെ പൊന്നി അങ്ങാതി അങ്ങോട്ട് നോക്കി ചിരിച്ചിട്ട് ഇങ്ങോട്ട് ചിരിക്കാത്ത ആളെ ഞാൻ ആദ്യമായിട്ടാണ് കാണണമെന്ന് പറഞ്ഞു. പറയാണ്ടിരിക്കാൻ നിവൃത്തിയില്ല. അങ്ങനെ കാണുന്ന ആളുകളുണ്ടായിരിക്കും. പക്ഷേ എന്തായാലും ഫ്രണ്ട്ഷിപ്പ് എന്ന് പറയുന്ന സാധനം ഞാൻ പറഞ്ഞു ചുമ്മാ ഒരു അലമ്പിക്കൂടെ നശിപ്പിച്ച് കളയാനുള്ളൊരു സംഭവമല്ല. നല്ല അടക്കവും ഒതുക്കവും എന്താ പറയുക, എല്ലാത്തിനും കൂടെ നിൽക്കുന്നവനായിരിക്കണം നല്ല ഫ്രണ്ട്ഷിപ്പ്. പിന്നെ നമ്മൾ ചെയ്യുന്ന തെറ്റുകൾ ചൂണ്ടിക്കാണിക്കുന്നവനായിരിക്കും ഏറ്റവും നല്ല ഫ്രണ്ട് എന്നുള്ളത്. നമ്മളെ പുകഴ്ത്തി പറയുന്നവൻ കള്ളനായിരിക്കും. കാരണം നമ്മളുടെ കുറ്റങ്ങൾ പറയുന്നവനായിരിക്കും യഥാർത്ഥ ഫ്രണ്ട് എന്ന് പറയുന്നത്. അല്ലാതെ മനുഷ്യനാണ് കെയർ ചെയ്യുന്ന കാര്യത്തിലാണ് ഓക്കെയാണ്. കാര്യം എല്ലാ രീതിയിലും ഒരു സംരക്ഷണം. എനിക്കത് വലിയ ഒരു ഇതാണ്. ഞാൻ
ഞാൻ ആലോചിക്കാം കേട്ടോ, ഞാൻ ചെറുപ്പത്തിലെ സ്കൂളിൽ പഠിക്കുമ്പോൾ സഖി തിയേറ്റർ എന്ന് പറഞ്ഞ തിയേറ്റർ ഉണ്ട്. അപ്പോൾ ഞങ്ങൾക്ക് ഇവിടുന്ന് ചുരുങ്ങിയത് ഒരു 3 കിലോമീറ്ററോളം നടക്കണം. ഇവിടുന്ന് നടന്നു പോകുമ്പോൾ അപ്പോൾ ഈ പെങ്ങന്മാരും എല്ലാവരും കൊണ്ട് സഖി തിയേറ്ററിൽ സിനിമയ്ക്ക് പോകുമ്പോൾ അപ്പോൾ എനിക്കാണെങ്കിൽ 3, 4, 5 പെങ്ങന്മാരുണ്ട്. അപ്പോൾ ഇവരും കൊണ്ടുപോകുമ്പോൾ ഞാൻ ട്രൗസർ ഇട്ടിട്ടാണ്. അങ്ങനെ സിനിമ തിയേറ്റർ വിടുമ്പോൾ അങ്ങോട്ട് ഈ ലൈൻ അടിക്കുന്ന ആൾക്കാരില്ലാത്തവരാരും ഇല്ലല്ലോ. ചെറിയൊരു തോട്ടിയും ഇങ്ങനെ അതൊരു ആണുങ്ങളുടെ ഇതിലൊക്കെ പറഞ്ഞിട്ടുള്ള കാര്യങ്ങളാണ്. നല്ലതാണത്, ഒരിക്കലും അതൊരു കുറ്റമായിട്ടല്ല ഞാൻ പറഞ്ഞത്. പക്ഷെ ഞാൻ ഈ ഹിറ്റ്ലറിലെ മമ്മൂക്കാൻ്റെ പോലെ ഈ പെങ്ങന്മാർ ഫ്രണ്ടിൽ പോകുമ്പോൾ ഈ ട്രൗസർ ഇട്ട ഞാൻ ഏറ്റവും ബാക്കിൽ ഭയങ്കര പ്രൊട്ടക്ഷനൊക്കെ ആയിട്ട് എടുത്തിട്ട് ഒറ്റ വീക്ക് പോയി കഴിഞ്ഞാൽ 7 ദിവസം കഴിഞ്ഞാൽ എണീക്കുള്ളൂ തന്നെ. പക്ഷെ എന്നാലും നമുക്ക് എന്താ പറയുക, ഈ ഇങ്ങനെയുള്ള കാര്യങ്ങൾ സംരക്ഷണം എന്ന് പറയുന്നത് ഭയങ്കര ഇഷ്ടം. ഒരാളെ ഒരു ഹെൽപ്പിംഗ് മെൻറ്റാലിറ്റി എനിക്ക് ഭയങ്കരമായിട്ട്, അത് ഞാൻ തന്നെ പറയുന്നത് ഒരിക്കലും ശരിയല്ല, അത് മോശമാണ്. അല്ല, അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്. കാര്യം നമ്മുടെ അനുഭവങ്ങളിലൂടെ പറഞ്ഞുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്.